ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ ഇസ്രയേലിന് മേൽ വർഷിച്ചത് 180ഓളം മിസൈലുകൾ. അവയ്ക്ക് തൊട്ടു പിന്നാലെ ഇസ്രയേൽ നഗരമായ ടെൽ അവീവിൽ നടന്നത് നിരവധി പേർ മരിച്ച കത്തിക്കുത്തും വെടിവയ്പും. ഇത്രയും ദിവസം പ്രോക്സി യുദ്ധങ്ങൾ മാത്രം കണ്ട പശ്ചിമേഷ്യൻ ഭൂപ്രകൃതി മേഖലയിലെ ശക്തരായ രണ്ട് രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് സാക്ഷിയാവാൻ പോവുകയാണോ? ഇറാന്റെ പക എത്രത്തോളമാണ്? ഹിസ്ബുള്ളയുടെ മേൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചത് മാത്രമാണോ ഇറാന്റെ പക? ആകില്ല എന്ന് അനുമാനിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഹിസ്ബുള്ളയുടേതല്ലാത്ത ചില ഇറാനിയൻ നേതാക്കളുടെ കൊലപാതകങ്ങളുമുണ്ട്. ഈ വർഷം ഏപ്രിൽ 1-ാം തീയതിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഫോഴ്സിന്റെ കമാൻഡറായ മുഹമ്മദ് റസ സഹീദയെ ഇസ്രയേൽ വധിക്കുന്നത്. US വധിച്ച കാസിം സുലൈമാനിക്ക് ശേഷം കൊല്ലപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനിയൻ കമാൻഡർ കൂടിയായിരുന്നു മുഹമ്മദ് റസ സഹീദ്. സഹീദയുടെ വധത്തിന് കണക്ക് തീർക്കുമെന്ന് ഇറാൻ അന്നേ പറഞ്ഞതാണ്. ഇതിനുശേഷമായിരുന്നു ഹെലികോപ്റ്റർ തകർന്നുള്ള ഇറാനിയൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം. ഇസ്രയേലാണ് കാരണക്കാരെന്ന ഊഹാപോഹം ഇറാന്റെ പക ഇരട്ടിക്കുന്നതിന് കാരണമായി. ഇവയ്ക്ക് ശേഷം വീണ്ടും ഇറാനെ ഞെട്ടിച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ വധിച്ചു. ഇതെല്ലാം ഈ വർഷം നടന്നതാണ്. ഇറാനിയൻ ആണവായുധ പ്രോഗ്രാമിന്റെ തലവൻ മുഹമ്മദ് ഫക്രസാദയുടെ മരണമടക്കം നിരവധി വിഷയങ്ങൾ ഇസ്രയേലിനെതിരെ നീങ്ങാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെയാണ് നസ്രുള്ളയടക്കമുള്ള ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകവും. ലെബനീസ് അതിർത്തികൾക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ച നസ്രുള്ളയുടെ മരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധ തോൽവിക്ക് സമാനം തന്നെയായിരുന്നു. തുടർന്ന് ആകാശത്തെന്ന പോലെ ലെബനനിന്റെ കരകളിലും ഇസ്രയേൽ പൊടുന്നിനെ തുടങ്ങിയ ആക്രമണവും ഇറാനെ കൂടുതൽ ഞെട്ടിച്ചിട്ടുണ്ടാകണം. വർത്തമാനം ഇങ്ങനെയെല്ലാം ഇരിക്കെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളെ അനവധി തവണ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 1979 വരെ ചങ്ങാതികളായിരുന്ന ഇരു രാജ്യങ്ങളും 79-ലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷമാണ് ശത്രുക്കളാകുന്നത്. തുടർന്ന് നേരിട്ടും അല്ലാതെയും നിരവധി ഏറ്റുമുട്ടലുകൾ. ഹിസ്ബുള്ള, ഹൂതി വിമതർ തുടങ്ങിയ നിഴൽ സംഘടനകളിലൂടെ ഇസ്രയേൽ ഇറാൻ സംഘർഷം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ അനവധി കൊലപാതകങ്ങളുടെയും ഹിസ്ബുള്ള നേതൃത്വത്തിനെതിരായ ആക്രമണങ്ങളുടെയും ആകെത്തുകയാണ് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ കഴിഞ്ഞ ദിവസത്തെ റോക്കറ്റ് ആക്രമണം. ഇതുവരെ നിഴൽ യുദ്ധത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇനി നേരിട്ട് ഏറ്റുമുട്ടുന്നുവെന്ന ഭീതി പശ്ചിമേഷ്യയിൽ ഇപ്പോൾ തന്നെ സജീവമാണ്. താൽക്കാലികമായി പോരാട്ടം അവസാനിപ്പിക്കുന്നുവെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഉറപ്പിന്റെ കാലാവധി എത്രയെന്ന് ഒരു നിശ്ചയവുമില്ല. തിരിച്ചടിച്ചിരിക്കുമെന്ന ഇസ്രയേൽ മറുപടിയുടെ പ്രത്യാഘാതങ്ങളും വരും വരായികകളും എന്താകുമെന്നും ഉറപ്പില്ല. നിലവിലെ സാഹചര്യങ്ങളിൽ ഒന്നുറപ്പാണ്: പശ്ചിമേഷ്യ ഇരു രാജ്യങ്ങളുടെയും നേരിട്ടുള്ള യുദ്ധഭീതിയുടെ നിഴലിലാണ്.